നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL-ൽ ഇന്ന് CSK വീണ്ടും ഇറങ്ങുകയാണ്. പ്രതീക്ഷ ഉണ്ടോ? എന്ത് പ്രതീക്ഷ? പ്ലേ ഓഫിലെത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ പോസിബിലിറ്റീസ്, ഫിസിക്സിലെ സയൻസ് എന്നൊക്കെ പറയില്ലേ, സയൻസ്, അതൊക്കെ വെച്ച് നോക്കിയൊന്ന് കൂട്ടി നോക്കിക്കോ. അല്ലാതെ വേറെ സാധ്യത ഒന്നും പ്രാക്ടിക്കലി കാണുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ CSKക്ക് ഇനിയിപ്പോൾ ഈ കളി ജയിച്ചാൽ 14 പോയിൻ്റ് ആവുള്ളൂ. നല്ല മാർജിനിൽ ജയിച്ച് RRൻ്റെ നെറ്റ് റൺ റേറ്റിനെ മറികടന്ന് വെക്കണം. എന്നിട്ട് അത് മതിയോ? RR അടുത്ത കളി തോൽക്കണം. അതുകൊണ്ടായോ? PBKസും KKR ഒക്കെ തോൽക്കണം. എന്നാൽ വേണമെങ്കിൽ ഒന്ന് നോക്കാം എന്നുള്ളതാണ്. അതിന് ഇന്ന് CSK ജയിക്കുകയും വേണം. അതാണല്ലോ പിന്നെ പറ്റാത്തത്. അല്ലെങ്കിൽ എത്ര സാധ്യതകൾ, അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ഉപയോഗപ്പെടുത്താത്ത CSK ഇനിയിപ്പോൾ ഈ സാധ്യത പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുന്ന അല്ലെങ്കിൽ എന്താ പറയുക, കടുത്ത CSK ആരാധകരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കരുതാം എന്ന് മാത്രം. ഇപ്പോൾ ധോനി എന്തായാലും വീട്ടിൽ പോയിട്ടാ. ധോനി വീട്ടിൽ പോയി, അതായത് റാഞ്ചിയിലേക്ക് പോയി എന്ന റിപ്പോർട്ട് വരുന്നു. അദ്ദേഹത്തിന് വേറെ പരിക്ക് പറ്റിയത്രേ, തമ്പ് ഇഞ്ചുറി പറ്റി എന്നാണ് പറയുന്നത്. മൈക്ക് ഹസി ഇന്നലെ കൺഫേം ചെയ്ത കാര്യമാണ്. സോ അദ്ദേഹത്തിന് തമ്പ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അദ്ദേഹം പോയിട്ടുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഹി വിൽ റീജോയിൻ ദി സ്ക്വാഡ് ഷുഡ് ദേ മേക്ക് ദി പ്ലേ ഓഫ്സ്. അതായത് CSK പ്ലേ ഓഫിൽ എത്തുകയാണെങ്കിൽ MSD വീട്ടിൽ നിന്ന് തിരികെ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യും. ഇതാണ് റിപ്പോർട്ട്. GTയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംശയങ്ങളില്ല. അവരുടെ ഫുൾ സ്ക്വാഡുമായിട്ട് തന്നെ, ഫുള്ളി ഫിറ്റ് സ്ക്വാഡാണ്, അതുമായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ GTയുടെ ഒരു പ്രോബബിൾ സ്ക്വാഡ് നോക്കിയാൽ ശുഭ്മാൻ ഗില്ല്, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിങ്ടൺ സുന്ദർ, നിഷാന്ത് സിന്ധു, ജെയ്സൺ ഓൾഡർ, രാഹുൽ തെവാട്ടിയ, റാഷിദ് ഖാൻ, കാഗിസോ റബാദ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, അർഷദ് ഖാൻ. ഇതാണ് GTയുടെ ഒരു പ്രോബബിൾ സ്ക്വാഡ്. സോ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രോബബിൾ സ്ക്വാഡിലേക്ക് പോയാൽ ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ, ഉർവിൽ പട്ടേൽ, കാർത്തിക് ശർമ്മ, ദേവൽഡ് ബ്രവിസ്, ശിവൻ ദ്യൂബെ, പ്രശാന്ത് വീർ, അഖിൽ ഹുസൈന്, അൻഷുൽ കംബോജ്, നൂർ അഹമ്മദ്, സ്പെൻസർ ജോൺസൺ, മുകേഷ് ചൗധരി. ഏതായാലും CSKക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഇന്നത്തെ മത്സരം നടക്കുന്നത് പിച്ച് നമ്പർ 7-ലായിരിക്കും എന്ന് പറഞ്ഞാൽ റെഡ് സോയിൽ പിച്ചിലാണ് ഇന്ന് കളി നടക്കുന്നത്. അപ്പോൾ ഒരു തവണ മാത്രമാണ് ഈ സീസണിൽ ഈ പിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഏപ്രിൽ 4-നാണ്. അന്ന് അവിടെ 2 ടീമും കൂടി ടോട്ടൽ 414 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും ഇന്നത്തെ ഗ്രൗണ്ടിലും പിച്ചിലും നോക്കാം. നല്ല റൺ ഒഴുകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എഴുതാം.